തൃശൂർ കുതിരാനിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഫോറസ്റ്റ് വാച്ചർ ബിജുവിനാണ് പരിക്കേറ്റത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കാട്ടാനാക്രമണത്തിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും. ഇന്നലെ രാത്രിയാണ് കുതിരാൻ ഇരുമ്പ് പാലത്തിന് സമീപം കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഫോറസ്റ്റ് വാച്ചറായ ബിജു എന്ന് വിളിക്കുന്ന വ്യക്തിക്കാണ് ഈ ആക്രമണം ഉണ്ടായത്. നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ ഒരു ഭാഗത്ത് വെച്ചായിരുന്നു ആക്രമണം നടന്നത്. ഈ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതികൂടെ ആന സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇന്നലെ 2 തവണ ഇറങ്ങി. വൈകിട്ട് ഒരു 9 മണിക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ രാത്രി ഒരു 12 മണിയായപ്പോ. അപ്പൊ 2 ഫോറസ്റ്റിന്റെ ജീപ്പും ഉണ്ടായിരുന്നു, 2 വാച്ചർമാരുണ്ടായിരുന്നു. ബിജു ചേട്ടനും ഉണ്ടായിരുന്നു, മനോജേട്ടനും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് ആന ഒറ്റ വരവ്. അപ്പൊ ബിജുചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് തിരിച്ച് ഓടുന്ന വഴിക്ക് ആന ഇങ്ങോട്ട് തട്ടിയിടുകയും ചെയ്തു. ഇവിടുന്ന് തട്ടിയിട്ട് നേരെ പോയിട്ടാണ് ഇവിടേക്കാണ് ആ കുത്തിയത്. ആളെ ഇവിടെ മലന്ന് കിടക്കുകയായിരുന്നു. ആദ്യത്തെ വന്ന് ഫസ്റ്റ് കുത്തിയ പാടാണ്, അതാണ് കുത്തിയത്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ തട്ടിയപ്പോ തന്നെ ആളിങ്ങോട്ട് മലന്ന് വീണു. അത് അപ്പോഴേക്ക് ഞാൻ ടോർച്ച് അടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓടിച്ചു വിട്ടു. അതിനെ സ്ഥിരമായിട്ട് ഈ ആനകളുടെ സാന്നിധ്യം ഉണ്ടോ? ഈ ഒരു മാസമായിട്ട് ഫുള്ളായിട്ട് ആന എപ്പോഴും ഉണ്ട് ഇവിടെ. കുരങ്ങി ശല്യം ഉണ്ട്, ഇതുണ്ട്. ആനയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളിന്ന് ഫോറസ്റ്റുകാരും വിടില്ല, ഈ 2 ജനപ്രതിനിധികളും വിടില്ല. ഈ ഫോറസ്റ്റുകാർ 2 ജീപ്പ് അവിടുന്നും വരും ഇവിടുന്നും വരും. ഈ ആനയുടെ മുമ്പിൽ കൊണ്ടായിട്ടുള്ള ഗുണ്ടെല്ലാം ഇട്ട് പൊട്ടിച്ച് ആനയ്ക്ക് അതിലെ പോണോ ഇതിലെ പോണോ ഏതിലെ പോണെന്ന് ആനയ്ക്ക് അറിയുന്നില്ല. ആന റോട്ടിലിറങ്ങി കിടന്ന് വട്ടം കറങ്ങാണ്. ഈ ഫോറസ്റ്റുകാരുടെ ജീവന് വിലയുണ്ടല്ലോ, അവരെന്തുകൊണ്ട് ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഇതിനെ ഓടിക്കുന്നില്ല? ഈ 2 വാച്ചർമാരെ ഇട്ടുണ്ട്, അവർ നിരന്തരം ഇട്ടോണ്ട് അവർ പ്രഷർ ചെലുത്തി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ അടിയന്തരമായിട്ട് ഇവിടുത്തെ ഫെൻസിങ് തകർന്നിട്ടുള്ളത് ശരിയാക്കണം. അടിയന്തരമായിട്ട് ഇവിടെ ആന പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള ആന വാച്ചർമാരെ ഇവിടെ നിയമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ സാധാ വാച്ചർമാരെയാണ്, ഫയർ വാച്ചർമാരെയാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല. ഇവർ ഞങ്ങളെ ഇന്ന് തടഞ്ഞു വെച്ചിരിക്കുക. ഇവിടെ ഇതിന് പരിഹാരം കാണാതെ ഞങ്ങളും ഇവിടെ സ്പോട്ട് വിട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അടിയന്തര പരിഹാരം കാണണം ഇതിന് തീർച്ചയായിട്ടും. അതായത് പരിഹാരം കാണാതെ ഇവിടെ നിന്ന് നാട്ടുകാർ പിരിഞ്ഞു പോകില്ല, പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഉള്ളത്. തിരുവനന്തപുരം വിതുര മണലിയിലെ കാട്ടാനെ ഉൾവനത്തിലേക്ക് കടത്തിവിടാനുള്ള ദൌത്യം തുടങ്ങിയിരിക്കുകയാണ്. വനത്തിനോട് ചേർന്ന് അപ്പുക്കുട്ടൻ കാണിയുടെ പുരയിടത്തിലാണ് നിലവിൽ കാട്ടാന നിൽക്കുന്നത്. ജനവാസ മേഖല അല്ലാത്ത വനത്തിന്റെ ഉൾഭാഗത്തേക്കാണ് കാട്ടാനയെ കയറ്റിവിടാൻ ശ്രമിക്കുന്നത്. ജനവാസ മേഖലയിൽ നിന്ന് 15 കിലോമീറ്ററോളം ഉള്ളിലേക്കാണ് ആനയെ കയറ്റിവിടുക. നിലവിൽ വിളയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ലൈവിലായിട്ടില്ല. അടിപൊളിയായിട്ട്